ഏകദേശം ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ടൈം 6 മാസം മുതൽ 9 മാസം വരെയാണ് സമയം എടുക്കുന്നത്. പക്ഷെ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് തന്നെ ഒരു ട്രേഡ് മാർക്കിന്റെ നമ്പർ കിട്ടും. അത് വെച്ചിട്ട് ആമസോണിൽ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനും കഴിയും. ഇതാണ് ഇതിന്റെ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് പ്രൈവറ്റ് ലാബിലാണ്. ആ പ്രൈവറ്റ് ലാബിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിന്മേ ആ ഒരു പേര് വേണം. ഏത് പേരിലാണ് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് പേരിലാണോ ബ്രാൻഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു പേരിൽ അതിന്റെ പ്രിന്റിംഗ് ഉണ്ടായിരിക്കണം. പ്രൊഡക്റ്റുമേലും വേണ്ടി വരും, ബോക്സുമേലും വേണ്ടി വരും. ഈ ഒരു പ്രൈവറ്റ് ലാബില് ഇപ്പം എല്ലാവർക്കും ഒരു പക്ഷേ ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പ്രൈവറ്റ് ലാബിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2 രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, പ്രൈവറ്റ് ലാബിൽ പ്രിന്റ് ചെയ്തിട്ട് ചൈനയിൽ നിന്ന് നല്ല ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തിട്ട് ആമസോണിന്റെ വെയർഹൗസിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വെയർഹൗസിക്കോ നിങ്ങളുടെ സ്ഥാപനത്തിക്കോ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ പാക്കിങ്ങും എല്ലാം ആ ഒരു കമ്പനി പേരിലായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തത്, ദേറ പോലെയുള്ള മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അത് നിങ്ങളുടെ ബ്രാൻഡിലോട്ട് മാറ്റിയെടുക്കുക. ഇപ്പം ടോയ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചപ്പൽസ് ഒക്കെ വേണ്ടി ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ കാറ്റഗറി ഏതാണ് അതിനനുസരിച്ച് ആ ഒരു ബ്രാൻഡില് പ്രൈവറ്റ് ലാബിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റിന്റെ കൂടെ ഒരു ടാഗിലായിട്ട് ഈ ഒരു പേര് വേണം. അതുപോലെ അതിന്റെ ബോക്സ് മേലും ആ ഒരു പേര് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും വെച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുത്താൽ തന്നെ ഏകദേശം 2 ദിവസം കൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ലിസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രൈവറ്റ് ലാബിൽ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാം.